എനിക്ക് വേണ്ടല്ലോ. രസം വേണ്ടേ? കൊഞ്ചൻ തേങ്ങ കൊത്തക്ക എന്തും വിളിക്കാം. കൊഞ്ചൻ തേങ്ങ ഞാൻ തിന്നിട്ട് തരൂ. കറുവണ്ട നീ തിന്ന് തരും. മാറിപ്പോയതാ. എന്താ വേണ്ട എനിക്ക്? എടാ തീരെ തിന്നിട്ട് അച്ഛന് പൊടിയോട് കൂടി കൊഞ്ചൻ അറിയില്ല. പൊടിയോട് കൂടിയാണ് വേണം. ഉള്ളിയും ഇതിലുള്ള ചട്ടവക അച്ഛൻ ഒന്നാമത് കൊടുക്കും. എല്ലാ അച്ഛൻ ഇത് രണ്ടുണ്ടാക്കലുള്ളൂ. ഞാനൊരു ഇത്തിരി പിടിക്കുന്നു. അല്ല ഞാൻ വെള്ളം എത്തിക്കില്ല. തേങ്ങ ചെറിയ ഉള്ളി ഉള്ളിയാ കൊഞ്ചന്റെ ഉള്ളിട്ട് പറയാൻ പറ്റില്ല. എന്തും പറയാൻ ഞാൻ പക്ഷേ വരെ കേട്ടില്ല. ചിക്കൻ ഉള്ളി ഇട്ടത് മത്തി ഉള്ളി ഇട്ടത് എന്നാടാ മീൻ കഴിക്കാം. ഇപ്പം പുളി കൂടിക്കല്ലോ. മീൻ കഴിക്കാം. ചൂടാക്കില്ല. പുളി കൂടും. ചൂടാക്കുന്ന ഇതാവും. ഞാൻ ഇരിക്കാഴ്ച ഇനി ഉള്ളി വന്നില്ല. നിങ്ങൾക്ക് ഉള്ളി ഉപ്പിട്ടാ അതെ അതെ കൊഞ്ചം പൊളിയാ. വായി നോക്കണ്ടാവും. ഇനി ചോറ് തിന്നാച്ച രസം വേണ്ട. വേണ്ട
കൊഞ്ചം മാത്രം തരാൻ പറ്റത്തുള്ളൂ. ഇല്ല അതാവുന്നില്ല. ഇത്തിരി ചോറും കുടിക്കുന്നു. അതിന് തേങ്ങേൻ്റെ ഇതെല്ലാം കുടിക്കും. പറ്റൂല. നമുക്ക് കൊഞ്ചം വേണ്ട, അതിന്റെ ഇതുകൊണ്ട് തേങ്ങ ഉണ്ട്. അവൻ മാത്രം വിറ്റ് അത് മാത്രം എടുക്കാനുള്ളതുണ്ടാ. തേങ്ങ മാത്രം എടുക്കാനുള്ള അത്ര ക്ഷമയുണ്ട്. അടി തൊട്ട് വരുന്നുണ്ട്. ഉം. കുറച്ച് പണിയില്ല. ഇതുകൊണ്ടാണ് തിന്നാത്ത അന്നേ എന്നിട്ട് തിന്നു. ഇത് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ ഒരു പണി നോക്കാം. അപ്പുറത്തെ സൈഡ് നോക്കുന്നത് ഒരാഴ്ച സമയമുണ്ട്. പിറ്റേത്തായിട്ട് ഇതും കൂടി ചോറ് തിന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ മറ്റന്നാൾ കൊടുത്തിട്ടില്ല, അതിലേറെ ടേസ്റ്റും ഉണ്ടാവും. അമ്മേ ഇപ്പൊ ഇതാണേ ഇത്. ആ ഉം. ആ എൻ്റെ മീൻ കഷ്ണം എടുത്ത് എല്ലാം കൂടെ ആയിട്ട് ഒന്ന് ചെയ്യുന്നുണ്ട്. കളിക്കലൊക്കെ 10 മാസമായി ഇത് സമ്മതിച്ചത്. കിട്ടുന്ന മാർക്കിന് കൊഞ്ച് കറിയിലൊക്കെ വെച്ചും വേണ്ട. അമ്മ വിചാരിച്ചത് ഇതുണ്ടാക്കാന് വിചാരിച്ച അച്ഛൻ പറഞ്ഞേ. അച്ഛൻ പോക്കിട്ട് പറഞ്ഞു. അച്ഛൻ ഫോമിച്ച് പറഞ്ഞേ. ശരിക്കും ആ അച്ഛൻ കാണത്തും പറയും. ആ അത് ചെറിയ ബുദ്ധിമോശം കൊണ്ട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് ഫോണ് വിളിച്ച് പറഞ്ഞിക്കമ്മ അച്ഛൻ പറഞ്ഞിക്ക ഫോൺ വിളിച്ചിട്ട് ഉണ്ടാക്കുന്ന അമ്മ ഫോൺ പറഞ്ഞിക്കത് ഇവരെന്തെന്താ പറയുന്നു? എല്ലാം പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഓനെ തന്നെ മനസ്സിലാവുന്ന പറയുന്നു. ഈ ചോറ് തിന്നാച്ചാൽ ഫോൺ